ഹായ് മച്ചാനെ, നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ. പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിന്ന് മച്ചാന്മാരൊക്കെ ഇവിടെ കാണിച്ചു തരുന്നതും അതുപോലെ തന്നെ പറഞ്ഞു തരുന്നതും കപ്പ കൃഷിയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ നല്ല മുന്തിയ ഇനം കപ്പയുടെ കമ്പുകൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്, അത് എങ്ങനെയാണ് കിട്ടുന്നത്, അതുപോലെ തന്നെ ഇതിന് എന്തൊക്കെയാണ് വളങ്ങൾ കൊടുക്കേണ്ടത്, അതായത് കപ്പ കൃഷിക്ക് എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ജൈവവളവും രാസവളവും എങ്ങനെയാണ് നൽകേണ്ടത് എന്നൊക്കെ വളരെ വിശദീകരിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒരു കാരണവശാലും മിസ്സാക്കരുത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ കൂട്ടുകാർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കപ്പ കൃഷിയെക്കുറിച്ച് സാധാരണ പറയുന്നത് തന്നെ കാഞ്ഞ് വളർന്നാലേ വിത്തുണ്ടാവൂ എന്നാണ് അതിൻ്റെ ഒരു ചൊല്ല് തന്നെ. അതുതന്നെയാണ് മേടക്കപ്പയുടെ വിജയരഹസ്യവും. അത് പറയുന്നത് ഏപ്രിൽ മെയ് മാസത്തിൽ നടുന്ന കപ്പയെക്കുറിച്ചാണ് അങ്ങനെ ഒരു ചൊല്ലുള്ളത്. എന്നാൽ നമുക്കിപ്പോൾ ഏത് സമയത്തും ഏത് കാലാവസ്ഥയിലും നടാവുന്ന രീതിയിലാണ് കപ്പ കൃഷി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ മഴയൊക്കെ മാറി ചൂടിലേക്ക് പോകുന്ന സമയമാണ്. ഈ സമയങ്ങളിൽ നമ്മൾ കപ്പ കൃഷി ചെയ്താൽ ഇപ്പോൾ അധികം വെള്ളമൊന്നും കോരാതെ റിസ്ക് ഒന്നും എടുക്കാതെ നമുക്ക് ചെറിയ ആരണ്ട മഴകളും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. ഇനിയിപ്പോൾ ഓണത്തിനുള്ള മഴകളൊക്കെ വരുമ്പോൾ ആ സമയത്തൊക്കെ നല്ലതുപോലെ പൊടിച്ച് ഇത് ചിക്കാൻ പരുവമായി മാറിയിരിക്കും. നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ മൊസൈക്ക് രോഗം, അത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മൊസൈക്ക് രോഗമുള്ള തണ്ടുകൾ, അതായത് കട്ടിങ്സ് നമ്മൾ ഒരിക്കലും നടാൻ പാടില്ല. ആ തണ്ടുകളാണ് നമ്മളെ സ്ഥലത്ത് കൊണ്ടുപോയി നടുന്നതെങ്കിൽ കൃത്യമായും നമ്മളെ കപ്പയിലും നമ്മളെ ചെടികളിലും മൊത്തം ഇതുപോലെ മൊസൈക്ക് രോഗം ഉണ്ടാകും. അതുപോലെ തന്നെ നടാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല അത്യുൽപാദന ശേഷിയുള്ള സ്റ്റമ്പുകൾ തന്നെ നടാൻ വേണ്ടി സെലക്ട് ചെയ്യണം. അതായത് നിധി, ഹ്രസ്വ, കൽപ്പക, ശ്രീജയ, ശ്രീവിജയ, ശ്രീപ്രകാശ് ഇതൊക്കെ തന്നെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ്. അതുപോലെ തന്നെ വളരെ ചെറിയ ഡ്യൂറേഷൻ, അതായത് 6 മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ഇനങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഇതൊക്കെ നടേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സമയത്ത്, അതായത് മഴക്കാലം പൂർണ്ണമായിട്ടും നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന സമയം നോക്കി നടാൻ ശ്രമിക്കുക. അതാണ് നമ്മളെ കപ്പ കൃഷിയിലെ ഏറ്റവും വലിയ വിജയം. എപ്പോഴും നമ്മൾ കപ്പ കൃഷി ചെയ്യുമ്പോൾ നല്ല സൂര്യപ്രകാശം, അതായത് സൂര്യൻ്റെ പ്രകാശം ഡയറക്റ്റ് ചെടികളിലേക്ക് പതിക്കത്തക്ക വിധത്തിൽ തന്നെ നടാൻ ശ്രദ്ധിക്കുക. അതായത് തണൽ ഇഷ്ടപ്പെടുന്ന ആളല്ല കപ്പ. അതുകൊണ്ട് നല്ല സൂര്യപ്രകാശമുള്ളതും നല്ല ജൈവാംശമുള്ളതും നല്ല പുഷ്ടിയുള്ള മണ്ണും നോക്കി സെലക്ട് ചെയ്ത് കപ്പ നടുക. ജൈവാംശമുള്ള മണ്ണ് എന്ന് പറയുമ്പോൾ ഒരു കൂനയിൽ, അതായത് നമ്മൾ നടുന്ന ഒരു കൂനയിൽ 2 കിലോഗ്രാമെങ്കിലും ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി ചേർത്തിരിക്കണം. അതാണ് കപ്പ കൃഷിയിൽ വേണ്ടുന്ന ജൈവവളത്തിൻ്റെ തോത്. അതുപോലെ തന്നെ 1 സെൻറ്റ് കൃഷിസ്ഥലത്തേക്ക് 2.5 കിലോയോളം നീറ്റുകക്ക, അതായത് കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വേണം കൂനകൾ നമ്മൾ നടാനായി തയ്യാറാക്കേണ്ടത്. ഇനി ജൈവവളത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരാളും കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർക്കാനുണ്ട്. അതാരാണെന്ന് പറഞ്ഞാൽ വാമെന്ന് പറഞ്ഞാൽ മെസിക്കുലാർ ആർവസ്കുലാർ മൈക്രോറൈസേ ഫംഗി. ഇങ്ങനെയൊക്കെയാണ് പേരെങ്കിലും ആൾ സൂപ്പറാണ്. പേര് പോലെ പ്രശ്നമേ അല്ല. വാം എന്താണ്? അതൊരു ബയോ ഫെർട്ടിലൈസറാണ്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് വാമിൽ മുക്കി, അതായത് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന കപ്പത്തണ്ട് വാമിൽ മുക്കി നടുക. ഇല്ല എങ്കിൽ അതിന് മുകളിലേക്ക് 5 ഗ്രാം വാം ഇട്ട് ഇളക്കി അതിന് മുകളിലേക്ക് വേണം നമ്മളെ കപ്പത്തണ്ട് നടാൻ. എന്താ അതിൻ്റെ പ്രത്യേകത എന്നല്ലേ? നമ്മുടെ മണ്ണിലുള്ള മൈക്രോ ന്യൂട്രിയൻസിനോ അബ്സോർബ് ചെയ്ത് നമ്മളെ ചെടിക്ക് വലിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കണ്ണിയാണ് വാം. അതുപോലെ തന്നെ മണ്ണിലുള്ള ജലാംശം, ഈർപ്പം അത് ചെടിക്ക് വലിച്ചു കൊടുക്കും. ഫോസ്ഫറസ് വളങ്ങൾ വലിച്ചു കൊടുക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് വാം. ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള മൂലകങ്ങളും വെള്ളവും ഒക്കെ വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ ചെടിയുടെ ഇലയിലുണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ് കുറച്ച് വേരുകളിലേക്ക് വലിക്കാനുള്ള കഴിവ് നമ്മുടെ വാമിനുണ്ട്. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് വേണ്ടത് കപ്പയുടെ കിഴങ്ങാണ്.
അപ്പോൾ അത് നന്നായിട്ടുണ്ടാവാൻ സഹായിക്കുന്ന ഒരു ബയോ ഫെർട്ടിലൈസർ കൂടിയാണ് വാം. അപ്പോൾ നമ്മൾ ഇപ്പം നടാൻ പോകുന്ന ഈ സമയത്ത് നടുന്ന കപ്പ, അതിൻ്റെയൊക്കെ സ്റ്റമ്പുകൾ എപ്പോഴും, അതായത് അതിൻ്റെ സ്റ്റഡുകൾ നമ്മൾ വാമിൽ മുക്കി തന്നെ നടാൻ ശ്രമിക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ കേരള കാർഷിക സർവകലാശാലയുടെ കണ്ടുപിടുത്ത പ്രകാരം 25% ഈൽഡ് ഇൻക്രീസ്, അതായത് അധിക ഉൽപ്പാദനം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയായ കപ്പ ഉണ്ടാക്കാനും നമുക്ക് വാമിട്ടതുകൊണ്ട് സാധിക്കും. അപ്പോൾ മച്ചന്മാർ വിചാരിക്കും ഈ വാം എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന്. വാം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കാർഷിക സർവകലാശാല, അതേപോലെ തന്നെ നമ്മളെ ബയോ ഫെർട്ടിലൈസറിൻ്റെ ലാബുകൾ, ബയോ കൺട്രോൾ ലാബ് ഇവിടെയൊക്കെ വാം വാങ്ങിക്കാൻ കിട്ടും. 1 കിലോഗ്രാമിന് 50 രൂപയിൽ താഴെയാണ് ഇതിൻ്റെ വില. ഒരു 1/2 കിലോഗ്രാം വാങ്ങിച്ചാൽ പോലും ഒരു ചെടിയുടെ ചുവട്ടിലേക്ക് 5 ഗ്രാം വെച്ച് നമുക്ക് ഒരുപാട് ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടയകലം, 2 ചെടികൾ തമ്മിലുള്ള അകലം 1 മീറ്റർ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മളെ കപ്പയുടെ കൂനയിൽ അടിവളമായിട്ട് രാസവളങ്ങൾ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു തോതും കൂടെ പറയാം. 5 ഗ്രാം യൂറിയയും 5 ഗ്രാം പൊട്ടാഷും 40 മുതൽ 50 ഗ്രാം വരെ ഫോസ്ഫറസ് വളങ്ങളും ആണ് അടിവളമായി രാസവളങ്ങൾ കൊടുക്കേണ്ടത്. നട്ട് 1.5 മാസം കഴിയുമ്പോഴും 2.5 മാസം കഴിയുമ്പോഴും വീണ്ടും നമുക്ക് 50 ഗ്രാം വീതം യൂറിയയും പൊട്ടാഷും കൊടുക്കുക എന്നുള്ളതാണ് രാസവളത്തിൻ്റെ ഒരു കണക്ക്. ഇനിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ കപ്പയിൽ കിഴങ്ങിറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എലിയുടെ ശല്യം വളരെ രൂക്ഷമായി കാണാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ ശീമക്കുന്നയുണ്ടല്ലോ, ഇതിൻ്റെ കൊമ്പുകളും അതുപോലെ തന്നെ ഇലയും നമ്മളെ കപ്പച്ചെടിയുടെ ചുവട്ടിൽ, അതായത് കൂനയിൽ കൊത്തി നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് പെരിച്ചാഴിയുടെ ശല്യം അതുപോലെ തന്നെ എലിയുടെ ശല്യം കുറയ്ക്കാൻ പറ്റും. അതുപോലെ സമയാസമയങ്ങളിൽ കള, അതായത് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് കള നീക്കം ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 3 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ കള നീക്കം ചെയ്യണം. എന്നിട്ട് മണ്ണും കൂട്ടിക്കൊടുക്കണം. അതുപോലെ തന്നെ ഈ കപ്പ കൃഷിയുടെ ഇടയിൽ പയർ നട്ടു കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് പയറിനെന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജന് ചെടിയുടെ ചുവട്ടിലേക്ക് എത്തിക്കുവാൻ ഉള്ള ഒരു കഴിവ് പയർ ചെടിക്കുണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂടും. തീർച്ചയായും കപ്പയുടെ ഉൽപ്പാദനം കൂട്ടാൻ നമുക്കതിലൂടെ കഴിയും. നമ്മുടെ കപ്പ കൃഷിയിൽ ഏറ്റവും കൂടുതൽ നല്ലതുപോലെ ഉൽപ്പാദനം കിട്ടുന്നത് മേടക്കൃഷിയിലാണ് നല്ല ഉൽപ്പാദനം കിട്ടുന്നത്. അതുപോലെ സെപ്റ്റംബർ ഒക്ടോബർ ആ മാസങ്ങളിലും നമ്മൾ കപ്പ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉൽപ്പാദനം കിട്ടാറുമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം കിട്ടുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അതുകൊണ്ടാണ് കാഞ്ഞു വളർന്നാലേ കരുത്തുള്ളൂ എന്ന് പറയുന്നത്. നമ്മളെ വീട്ടിൻ്റെ ചുറ്റാക, അതായത് തണലില്ലാത്ത നല്ല സ്ഥലം നോക്കി കണ്ടുപിടിച്ച് 10 മൂട് കപ്പയെങ്കിലും ഈ മൊസൈക്ക് രോഗമില്ലാത്ത തണ്ടുകൾക്കും മൊസൈക്ക് രോഗമില്ലാത്ത സ്റ്റമ്പുകൾ കൊണ്ടുവന്ന് നടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമാണ് നമ്മുടെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള TTCRI എന്ന് പറയുന്ന സെൻറ്റർ ട്യൂബർ കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന അവിടെ നിന്നാണ് നമുക്ക് നല്ല അത്യുൽപാദന ശേഷിയുള്ള രോഗകീടബാധകൾ കുറഞ്ഞ ഇനങ്ങൾ ഒരുപാട് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. തീർച്ചയായും അവിടെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഇനങ്ങളുടെ കട്ടിങ്സ് കുറച്ചെങ്കിലും അവിടെ നിന്ന് ലഭിക്കും. അത് നമ്മൾ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ പിന്നത്തെ സീസണിലായാലും നമുക്ക് കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിച്ചെടുക്കാനും പറ്റും. ഇതുകൂടാതെ നമ്മുടെ നാടൻ ഇനങ്ങൾ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ഇനങ്ങൾ നമ്മളെ കർഷകരുടെ അടുത്ത് തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് കൂടുതൽ സ്ഥലത്തേക്ക് നമ്മൾ കപ്പ കൃഷി വ്യാപിപ്പിക്കുക. നമ്മുടെ നാടിന് തന്നെ ഒരു അഭിമാനമാണ് നമുക്ക് കപ്പ കൃഷി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ കൃഷി അറിഞ്ഞൂടാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഞാൻ തരുന്നതാണ്.
അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോയിലൂടെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു.